അപ്പൊ ഞാനാണല്ലേ ഈ വീട്ടിൽ ഓരോന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അങ്ങനെ വിട്ടാൻ പറ്റൂലല്ലോ. ഇങ്ങോട്ട് വിളിക്കില്ല, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം പറഞ്ഞതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഹലോ, അങ്ങനെ നമ്മുടെ ഇപ്പം മുളകും പുതിയ പ്രമോല് സിദ്ധു കൊടും അപകടത്തിൽ. അതേ കൂട്ടുകാരെ, കണ്ടുപിടിക്കാനാവാതെ ലച്ചുവും കേശവും തപ്പോട് തപ്പ്. എന്താന്നല്ലേ, വേറൊന്നുമല്ല, നമ്മുടെ ഭവാനി അമ്മൂമ്മയുടെ അടുത്ത് നമ്മുടെ സിദ്ധു എന്തോ പറഞ്ഞു. അതെന്തോ സിദ്ധുവിന്റെ കയ്യിൽ നിന്ന് പോയി, എന്തോ കൈവിട്ട വാക്കായി പോയി പറഞ്ഞത്. അപ്പൊ തന്നെ നമ്മുടെ ഭവാനി അമ്മൂമ്മ, ആഹാ സിദ്ധു നീ കൊള്ളാല്ലേ, നീ ഇത്തരക്കാരനാർന്നല്ലേ എന്ന് നമ്മുടെ ഭവാനി അമ്മൂമ്മ പറയുന്നുണ്ട്. ഇത് കേട്ടപാട് നമ്മുടെ സിദ്ധുവിനെ താൻ പറയേണ്ടില്ലായിരുന്നോ എന്ന് തോന്നിയിട്ട് അവിടെ നിന്നും എങ്ങോട്ടേക്കോ ഓടി മറയാൻ പോകുന്നുണ്ടേ. അപ്പൊ നമ്മുടെ പാർക്കുട്ടി പറയുന്നുണ്ട്, സിദ്ധു അളിയോ ഞാൻ അളിയന്റെ ഒപ്പം ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ കേശു പറയുന്നുണ്ട് നമ്മുടെ ഭവാനി അമ്മൂമ്മയുടെ അടുത്ത്, അമ്മൂമ്മ എന്തെങ്കിലും തിരിച്ച് നല്ലത് പറഞ്ഞിട്ടുണ്ടാകും എന്ന് പറയുമ്പോൾ നമ്മുടെ ഭവാനി അമ്മൂമ്മ അവിടെ നടന്ന കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ടേ. അപ്പൊ കേശോളിയനും ലച്ചുവും ഉണ്ടാകും അവിടെ. അപ്പൊ കേശോളിയും പറയുന്നുണ്ട്, ആഹാ അത്രയ്ക്കായ എന്നാൽ നമ്മൾക്ക് അത് കണ്ടേ പറ്റുമല്ലോ എന്നും പറഞ്ഞിട്ട് നമ്മുടെ കേശുവും ലച്ചുവും കൂടെ സിദ്ധുവളിയനെ തപ്പി ഇറങ്ങുന്നുണ്ട്. സിദ്ധുവളിയനാണെങ്കിൽ ബാക്കിൽ കൂടെ ഓടി മറഞ്ഞ് എവിടേക്കോ ഒരു ഒഴിഞ്ഞ ബിൽഡിങ്ങിലോട്ടൊക്കെ കയറി ഒളിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഇനി വല്ല പ്രേതബാധയുള്ള ബിൽഡിംഗ് ആയിരിക്കോ, അവിടെ വല്ല ട്വിസ്റ്റും കാണുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. എന്തായാലും കേശു നമ്മുടെ ലച്ചും കൂടെ നോക്കി 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 മടുത്ത് ലാസ്റ്റ് ആ ബിൽഡിങ്ങിൽ എത്തിച്ചേരുന്നുണ്ട് ഇവരും. അപ്പൊ സിദ്ധു സിദ്ധു എന്ന് പറഞ്ഞാൽ നമ്മുടെ ലച്ചു കുറെ വിളിക്കുന്നുണ്ട്. പക്ഷെ സിദ്ധു ഒരക്ഷരം മിണ്ടുന്നില്ല. ലാസ്റ്റ് നമ്മുടെ സിദ്ധുവിന് കൃത്യമായിട്ട് ഒരു കോൾ വരുന്നുണ്ട്. അപ്പൊ സിദ്ധു പറയുന്നുണ്ട്, എടാ വെക്കടാ, ഞാനിപ്പോ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു അവസ്ഥയിലാടാ, നീ എന്നെ ചതിക്കല്ലേടാ എന്നൊക്കെ പറയുന്ന സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഈ സംസാരം നമ്മുടെ ലച്ചുവും കേശുവും ഇങ്ങനെ കേൾക്കുന്നുണ്ട് ചെറുതായിട്ടുള്ള ഒരു ശബ്ദത്തില്. അപ്പൊ നമ്മുടെ ലച്ചുവും കേശുവും ഈ ശബ്ദം എവിടെ നിന്നാണ് വന്നതെന്നും പറഞ്ഞ് ഇങ്ങനെ ആ ഒരു ദിശയിലേക്ക് ഇങ്ങനെ നോക്കി നോക്കി പോകുന്ന ഒരു നിമിഷങ്ങളാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ സിദ്ധു എന്തായാലും കൈയോടെ പിടിക്കപ്പെടും അല്ലെ, കാത്തിരിക്കാട്ടോ. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. ഹിയർ ഐ ആം ദി മലയാളി സൈനിങ് ഓഫ്.